വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഫസ്ന സുബർ. അപ്പോൾ ഈദ് സ്പെഷ്യലായിട്ട് നമുക്ക് തീയൊന്നും കത്തിക്കാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള 2 പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പൈനാപ്പിൾ പുഡിങ്ങും ഇളനീർ പുഡിങ്ങും കാണുന്ന പോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു ഈദിന് നിങ്ങൾ ഇതന്നെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പൈനാപ്പിൾ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ പൈനാപ്പിളിൻ്റെ 1/4 ഭാഗത്തോളം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു പൈനാപ്പിളിൽ തന്നെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നോളും. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ ആ ഒരു പൈനാപ്പിളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വെള്ളത്തിൽ കിടന്ന് വേണം ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒരു പൈനാപ്പിളിലെ വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഈ ഒരു പുഡിങ്ങിലേക്ക് ഞാൻ കേക്ക് പീസ് ഉപയോഗിക്കുന്നുണ്ട്. അതൊന്ന് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പാലും മിൽക്ക് മെയ്ഡും കൂടി മിക്സ് ആക്കി വെച്ചതാണ്. അപ്പം നമുക്ക് അത് വെറ്റ് ചെയ്യാൻ വേണ്ടി എത്ര പാല് വേണോ അതിനനുസരിച്ച് എടുത്തിട്ട് അതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് മധുരം ആവശ്യമല്ല കേട്ടോ. ആ ഒരു കേക്കിനൊക്കെ മധുരം ഉണ്ടാവും. അതുകൊണ്ട് അതൊന്ന് നോക്കിയിട്ട് അതിൻ്റെ പാകത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സാക്കി മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ പൈനാപ്പിളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. ഞാനിവിടെ ഫിയോനേൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതാണ് വിപ്പിംഗ് ക്രീം ഉള്ളതെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ച് എടുക്കുക. റിച്ചിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആണെങ്കിൽ അങ്ങനെ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫിയോനേൻ്റെ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ചൊരു വലിയ ട്രയലാണ് കേട്ടോ അത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും എടുത്തിട്ടുള്ളത്. ഇനി ചെറിയ ട്രയലാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ എടുത്താൽ മതി കേട്ടോ വിപ്പിംഗ് ക്രീം. ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. ഈ ഒരു വിപ്പിംഗ് ക്രീം ഒരുപാട് തിക്കായിട്ട് വിപ്പ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം ഇത് നമ്മൾ വിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഒരു വിപ്പിംഗ് ക്രീമിന് അത്യാവശ്യം മധുരം ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ചേർക്കണ്ട കേട്ടോ, മധുരം കൂടി പോകാൻ ചാൻസ് ഉണ്ട്. ഏകദേശം ഒരു 1/4 കപ്പോളാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇനി ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ വിപ്പിംഗ് ക്രീം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ ഏകദേശം ബീറ്റായി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഒരുപാട് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ വേണ്ട. ക്രീം ബീറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ പൈനാപ്പിൾ ഫ്ലേവറിലുള്ള കേക്ക് പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പൈനാപ്പിൾ ഫ്ലേവർ ഉള്ളത് തന്നെ എടുക്കണം എന്നില്ല കേട്ടോ. പ്ലെയിൻ കേക്ക് എടുത്താലും മതി, അല്ലെങ്കിൽ ബിസ്ക്കറ്റോ ബ്രെഡോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഒരു പൈനാപ്പിൾ ഉണ്ടായിരുന്നില്ലേ, ആ പൈനാപ്പിളിൽ നിന്ന് കുറച്ച് ഭാഗം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഈ ഒരു പൈനാപ്പിളിൻ്റെ പീസൊക്കെ നമുക്ക് കഴിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പം അതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. കൂടുതൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക, കുറവ് മതിയെങ്കിൽ അങ്ങനെ, അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ തന്നെ നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഇനി പൈനാപ്പിൾ പുഡിങ്ങിന് ഒരു യെല്ലോ കളർ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പൈനാപ്പിളിൻ്റെ എസൻസ് ഉണ്ടല്ലോ, അത് ഞാനിതിലേക്ക് 2 ഡ്രോപ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കരുത്, അങ്ങനെ ആകുമ്പോൾ ആ ഒരു എസൻസിൻ്റെ ഒരു കുത്തൽ വരും കേട്ടോ. അതുകൊണ്ട് 1-2 ഡ്രോപ്സ് മാത്രം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് യെല്ലോ ഫുഡ് കളർ ചേർക്കണം എന്ന് നിർബന്ധമില്ല കേട്ടോ. ഇത് പൈനാപ്പിളിൻ്റെ ഒരു പുഡിങ് ആയതുകൊണ്ടാണ് ഞാൻ ഒരു ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ട്രേയിലാണ് ഞാൻ പുഡിങ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു കേക്ക് പീസില്ലേ, അത് ഇതിൽ മുഴുവനായിട്ട് ഒരു ലെയറായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം തിക്നെസ് ഉള്ള ആ ഒരു കേക്ക് ആയതുകൊണ്ട് തന്നെ ഒറ്റ ലെയറേ വെച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പം അധികം തിക്നെസ് ഒന്നും ഇല്ലാത്ത കേക്കാണെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ലെയറായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക.
അപ്പം ഞാൻ ഒറ്റ ലെയറായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പുഡിങ്ങിന് ഈ കേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കേക്ക് പീസ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ബ്രെഡോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുത്താലും മതി കേട്ടോ. ഇനിയിപ്പം ഇതൊന്ന് വെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ പാലും മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ടുള്ള ആ ഒരു മിക്സ് വെച്ചിട്ട് നമ്മൾ ഇത് അത്യാവശ്യം നല്ലോണം തന്നെ ഒന്ന് വെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നേരത്തെ നമ്മൾ വിപ്പിംഗ് ക്രീമിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഈ ഒരു പാലിൽ നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മിൽക്ക് മെയ്ഡ് നിങ്ങളെ കയ്യിൽ ഇല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തും ഒന്ന് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് നേരത്തെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പൈനാപ്പിൾ ഉണ്ടല്ലോ, അത് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്രീമില്ലേ, അത് ഇതിൻ്റെ മുകളിൽ മുഴുവനായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ആ ഒരു പൈനാപ്പിളിൻ്റെ പീസസിൽ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള അത് വെച്ചിട്ട് തന്നെ ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ബദാം ചോപ്പ് ചെയ്തത് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ പിന്നെ നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് എപ്പോഴും പറയുന്ന പോലെ തന്നെ പുഡിങ് ഏകദേശം ഒരു 3 മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിത് തലേ ദിവസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, പിറ്റേ ദിവസമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വിപ്പിംഗ് ക്രീം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി എടുക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ പൈനാപ്പിൾ പുഡിങ്ങിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പാലിലും ചൈന ഗ്രാസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു റെസിപ്പി ആയിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല ക്രീമി ടെക്സ്ചറുള്ള ഈ ഒരു പുഡിങ് കഴിക്കുന്ന സമയത്ത് ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വേവിച്ചിട്ടുള്ള പൈനാപ്പിൾ ആ ഒരു ക്രീമിൽ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഒരു ക്രീമിലും നമുക്ക് ഈ ഒരു പൈനാപ്പിൾ കടിക്കാൻ വേണ്ടി കിട്ടുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പുഡിങ് ഇതിന് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കിക്കോ കേട്ടോ. നമുക്ക് ഇളനീർ പുഡിങ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ പുഡിങ്ങിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്ലാസ് പുഡിങ്ങാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് ഇളനീരിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 8 ഗ്രാം ചൈന ഗ്രാസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചൈന ഗ്രാസ് ഒന്നതിൽ കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 15 മിനിറ്റോളം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചൈന ഗ്രാസ് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഇതാ ഈ ഒരു ഗ്ലാസ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് റൂം ടെമ്പറേച്ചറിലേക്ക് ആയതിനു ശേഷം ഫ്രീസറിലേക്ക് ഒരു 10 മിനിറ്റോളം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊന്ന് പെട്ടെന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നേ. അപ്പോൾ ഇതാ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്കിഷ്ടത്തിനനുസരിച്ച് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ചൊന്ന് വലിയ പീസാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം പുഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഇളനീരിൻ്റെ പൾപ്പ് എടുത്തിട്ടുണ്ട്. ഒരു ഇളനീരിൻ്റെ പൾപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിനെ ഒരു 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുത്തിട്ട് ഒന്നൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പുഡിങ് കഴിക്കുന്ന സമയത്ത് കടിക്കാൻ കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് തരിതരിയായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഞാൻ അത്യാവശ്യം നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അത് മാറ്റി വെക്കുക. അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് വിപ്പിംഗ് ക്രീം തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. അപ്പോൾ ഇതാ ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് നേരത്തെ നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഇളനീരിൻ്റെ പൾപ്പ് ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പോളം മിൽക്ക് പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കടയിൽ നിന്ന് 10 രൂപേൻ്റെ ഒരു പാക്കറ്റ് മിൽക്ക് പൗഡറിൻ്റെ പാക്കറ്റ് കിട്ടുന്നുണ്ടല്ലോ, അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്താൽ മതി.
അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നട്ട്സും കൂടി ചേർത്ത് കൊടുക്കുക. അത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ബദാമും പിസ്തയും ചോപ്പ് ചെയ്തതുണ്ടായിരുന്നു, അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. മിൽക്ക് പൗഡറൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ ഒരു സമയത്ത് നിങ്ങളെ കയ്യിൽ ഇളനീരിൻ്റെ ചെറിയ ചെറിയ പീസസ് ആക്കി വെച്ചതുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി പുഡിങ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കുക. അപ്പം ബ്രെഡ് വെച്ചിട്ടാണ് ഇവിടെ ഞാൻ ചെയ്തെടുക്കുന്നത്. ആ ഒരു ബ്രെഡ് ഒന്ന് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാലും മിൽക്ക് മെയ്ഡും കൂടിയുള്ള മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബ്രെഡിൻ്റെ സൈഡ് വശമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ആ ട്രേയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് വെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് വെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാലും മിൽക്ക് മെയ്ഡും കൂടിയുള്ള മിക്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാ ഭാഗത്തും ഒന്ന് എത്തുന്ന രീതിയിൽ വെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഗ്ലാസ് പുഡിംഗ് ഇല്ലേ, അത് കുറച്ച് കുറച്ചായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബദാം ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്രീം ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡാക്കി കൊടുക്കുക. അപ്പോൾ ഇത് 2 ലെയറായിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. ഇനി ഈ ഒരു ക്രീം എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് ബ്രെഡ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നേരത്തെ വെച്ച പോലെ തന്നെ എല്ലാ ഭാഗത്തുമായിട്ട് വെച്ച് കൊടുക്കണം. നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ ആ ഒരു ബ്രെഡ് ഒന്ന് ആ ഒരു പാലിനെ മിക്സ് ഒഴിച്ചിട്ട് ഒന്ന് വെറ്റ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ നമ്മൾ ഇട്ട് കൊടുത്ത പോലെ തന്നെ ആ ഒരു ഗ്ലാസ് പുഡിംഗ് ഇല്ലേ, അതും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ബാക്കിയുള്ള ക്രീമും കൂടി അതിൻ്റെ മുകളിലായിട്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ഇനി ഒരു ഗ്ലാസ് പുഡിംഗ് ഇതിലേക്ക് വേണം നിർബന്ധമൊന്നുമില്ല. അതിൻ്റെ മുകളിലായിട്ട് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ മുഴുവൻ ക്രീമും അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ആ ഒരു ഗ്ലാസ് പുഡിങ്ങും കൂടി മുഴുവനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ഗ്ലാസ് പുഡിങ് വെച്ച് കൊടുക്കുന്ന സമയത്ത് ആ ഒരു പുഡിങ്ങിന് കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഇനിയിപ്പം നേരത്തെ ഞാൻ കുറച്ച് ആ ഒരു ഇളനീരിൻ്റെ പൾപ്പ് എടുത്ത സമയത്ത് കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബദാമും പിസ്തയും കൂടി ചോപ്പ് ചെയ്തത് അതും കൂടി മുഴുവനായിട്ട് മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിങ്ങും കൂടിയാണ് കേട്ടോ ഇത്. കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചിലവരൊക്കെ ഈ ഒരു ക്രീമിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടല്ലോ, അത് ചേർത്തിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നത് അതിനെക്കാട്ട് കുറച്ചും കൂടിയും ടേസ്റ്റാണ് ഈ ഒരു ഇളനീരിൻ്റെ പൾപ്പ് ചേർത്ത് ഉണ്ടാക്കുന്ന സമയത്ത്. ഇനിയിപ്പോൾ ഇളനീർ വാങ്ങാനൊന്നും കിട്ടാത്തവരാണെങ്കിൽ അതിൻ്റെ പൾപ്പായിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ. അത് വാങ്ങിയിട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ അതാ കണ്ടില്ലേ, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങാണ് കേട്ടോ ഈ ഒരു പൈനാപ്പിൾ പുഡിങ്ങും അതുപോലെ തന്നെ ഈ ഒരു ഇളനീർ പുഡിങ്ങും. അപ്പം ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഒരു ചാനലിൽ ഒരുപാട് പുഡിങ്ങിൻ്റെ റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അധികം ചൈന ഗ്രാസ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു രീതിയിലാണ്, അതുപോലെ തന്നെ പുറത്തേക്ക് സെയിൽ ചെയ്യുന്ന ആ ഒരു രീതിയിലുമാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. പുറത്തേക്ക് സെയിൽ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടു നോക്കുക. അതിൽ അതെങ്ങനെയാണ് സെയിൽ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കേണ്ടതെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് അതിൻ്റെയൊക്കെ റേറ്റ് ഇടുന്നതെന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ എൻ്റെ ഈ ഒരു ചാനലിലുണ്ട്. കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ ഇതാ നമ്മളതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു ക്രീമി പുഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു ക്രീം ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്യാതെ കുറച്ചൊരു ക്രീമി ടെക്സ്ചറിൽ ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെയുള്ള സമയത്താണ് കൂടുതലായിട്ട് ടേസ്റ്റ് കിട്ടുക ഈ ഒരു പുഡിങ്ങിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.